ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ ഇതിനു മുൻപ് എനിക്ക് ഇടാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞാനത് നീട്ടി നീട്ടി വയ്ക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ലോങ് വീഡിയോ ഹോം ടൂറായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഹൗസ് വാമിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് തിരക്കായപ്പോൾ കാരണം അത് നടന്നില്ല. അപ്പം ഞാൻ വെച്ചു എന്തായാലും ലോങ് വീഡിയോ എടുക്കുന്നത് ഒരു ഹോം ടൂർ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഹോം ടൂറിൻ്റെ ഇൻട്രോ ഒക്കെ ഞാൻ എടുത്ത് കുറേ നാൾ മുന്നേ ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പം എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വെച്ചു ഇനി ഇങ്ങനെ ലോങ് വീഡിയോ ഇടാണ്ടിരിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ കോളേജെല്ലാം ആക്ച്വലി പറയുകയാണെങ്കിൽ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയൊരു പ്രൊജക്റ്റിൻ്റെ ഒരു വൈവയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ വൈവയുടെ തലേന്നാണ്. അതെനിക്ക് നാളെ ആട്ടോ, വെൻസ്ഡേ ട്യൂസ്ഡേ ആണ് ഞാനപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ വെച്ചു എന്തായാലും എന്തായാലും കോളേജ് കഴിഞ്ഞ് ഇനി അത് ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിയുന്നതിന് മുൻപ് വാട്ട്സ് ഇൻ മൈ കോളേജ് ബാക്കെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷനായിരുന്നു. അപ്പം ഞാൻ വെച്ചു എന്തായാലും അത് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ലോങ് വീഡിയോസിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ വെച്ചു. സോ ഇതാണ് എൻ്റെ കോളേജ് ബാഗ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. കോളേജ് ബാഗാണ്. എസ്പെഷ്യലി പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ക്ലാസ്മേറ്റിൻ്റെ ഒരു ബുക്കാണ് ഗൈസ്. ഈ ഒരു ബുക്കിലാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും എഴുതാറുണ്ട്. ഒരു 5 സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാവും അതെല്ലാം ഞാൻ ഇത് വലിയൊരു നോട്ടാണ്. സോ ഇതിൽ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അതാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉള്ള ഒരേ ബുക്കേ ഉള്ളൂ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോളേജ് ID കാർഡാണ്. ഇത് ഞാൻ ബാഗിൽ വെക്കും. മിക്ക ദിവസം ഞാൻ ഇട്ടിട്ടാണ് പോവുക. എങ്ങാനും മറന്നാലോ അല്ലെങ്കിൽ സമയം ഇല്ലെന്ന് വെച്ചാൽ മാത്രമേ ഞാൻ ഇതിൽ ഇട്ട് വയ്ക്കുള്ളൂ, ബാഗിലിട്ട് വയ്ക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർച്ചീഫ് എപ്പോഴും എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ബാഗിലോ ഞാൻ എന്തായാലും വെക്കാറുണ്ട്. കാരണം എനിക്ക് കർച്ചീഫ് വേണം, അല്ലാണ്ട് എനിക്ക് പറ്റില്ല. സോ ഞാനിപ്പോൾ ഇത് വെക്കും. നെക്സ്റ്റ് ഈ ഒരു ബോട്ടിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു ബോട്ടിലിൽ വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുപോയതിനു ശേഷം ഞാൻ ഈ ബാഗിൽ നിർത്തിയിട്ടില്ല, അതാണ് വെള്ളം ഇല്ലാത്തത്. സോ എന്തായാലും ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ എന്തായാലും ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് ഉണ്ടാവും. ഇതിപ്പോൾ ലഞ്ചൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് അതില്ല. പിന്നെ ഈ ഒരു വാലറ്റാണ്. ഇതിൽ ഗൈസ് കുറച്ച് പൈസയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് റെയറായിട്ടാണ് ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കാലിയാവാനാണ് പതിവ്. വേറെ ഒന്നും ഇതിലില്ല. വാലറ്റ് നമുക്കെപ്പോഴും ബസ്സിലൊക്കെ പോകേണ്ട ആവശ്യം വരും. പിന്നെ ഉള്ളതാണ് 1 2 then 3 ഇങ്ങനെ 3 പേന. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ ഏത് പേനയിലാണ് മഷിയുള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കാൻ മടിയായതുകൊണ്ട് 3ഉം എപ്പോഴും ബാഗിലിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ സെയിം പെന്നല്ല, ഏതെങ്കിലുമൊക്കെ പെന്നായിട്ട് ഇങ്ങനെ ഉണ്ടാകും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ചാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്, കുറേ നാളായി ഇത് ഞാൻ ഡെയിലി ഞാൻ വേറെ ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെയുള്ളത് ഇതൊരു NYBയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ എപ്പോഴും കൊണ്ടുപോവില്ല, പക്ഷേ എപ്പോഴൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഗൈസ്. പിന്നെ വിക്സ് ഗൈസ്, എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും എപ്പോഴും ആവശ്യം വരുന്ന സംഭവമാണ് ഈ വിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും എപ്പോഴും തലവേദനയാണ്. കാരണം ഒന്നാമത് ഈ ചൂടും, പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ കുറേ സമയം ഞങ്ങൾക്ക് ഒരു ലോങ് അവറൊക്കെ ഉണ്ടാവും ഒരു സബ്ജക്റ്റൊക്കെ. അപ്പോൾ അതിങ്ങനെ ഇരുന്നിരുന്ന് ഭയങ്കരമായിട്ട് നമ്മൾ തലയൊക്കെ വേദനിച്ചിട്ട്, അപ്പോൾ എല്ലാവരുടെയും ഉണ്ടാകും. ആരുടെയിലൊക്കെ ആയിട്ട് വിക്സ് ഉണ്ടാകും എന്തായാലും.
സോ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ ഡെയിലി ഞാൻ ബാഗിലിട്ടും, ഇത് കഴിഞ്ഞ് ഞാൻ വേറെ ഒന്ന് വാങ്ങിച്ചിടും, അങ്ങനെയാണ്. ഇതെൻ്റെ ബാഗിൽ ഇല്ലാത്തത് റെയർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ മെഡിസിൻ വെക്കാറുണ്ട്, പാരസിറ്റമോളോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഗൈസ്, ഫോർത്ത് പെൻ, ഇതിൻ്റെയും മഷി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെന്താ, ബസ് ടിക്കറ്റ്. ഇതിൻ്റെ അടുത്ത് പോലും കളയാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ ഇട്ടു. പിന്നെ ഒരു ഹെയർ ബണ്ണാണുള്ളത്. ഇത് ഞാൻ എന്തിനാ കൊണ്ടു നടക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നാമത്തെ തലയിൽ ഒരു ബണ്ണിട്ടിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോവാറ്. പിന്നെ ഇത് എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒന്നാണ്. പിന്നെ ഇയർപോഡ്സ്. ഇത് ഡെയിലി ബസ്സിലിരുന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും, ഇനിയിപ്പോൾ ക്ലാസ്സിലോ ഫ്രീ അവർ എങ്ങാൻ കിട്ടുവാണെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നും വേണം എനിക്കിത്. ഞാൻ എപ്പോഴും ചാർജ് ചെയ്ത് വെക്കാറുള്ള ഒരു സംഭവമാണ്. ടൈം പോകുന്നതറിയില്ല. നെക്സ്റ്റ് വൺ, ഹെയർ സിറം. ഇത് ഡെയിലി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ബാഗിൽ എടുത്തിടുമ്പോൾ മാത്രം, അതായത് ഇപ്പോൾ വാർഡ്രോബ് തുറക്കുമ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ എടുത്തിടും, അത്രേ ഉള്ളൂ. പിന്നെ ലിപ് ബാമാണ്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതും ഞാൻ ഓൺലൈനിൽ വെച്ചിട്ട് കുറേ കാലമായി തോന്നുന്നു, കുറേ കാലമായി. ഇത് എപ്പോഴും ഇടുന്നില്ല, ഇത് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് ഇട്ടുള്ളൂ. എനിക്ക് മുൻപ് ഇഷ്ടമായിരുന്നു, പിന്നെ അത് ഭയങ്കര കളറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാനിത് എപ്പോഴും ഇടില്ല, ഇടയ്ക്കിടും. ഞാൻ വാസ്ലിനാണ് ഇപ്പോൾ കൂടുതൽ, അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ വാസ്ലിൻ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഒരു ഹെയർ ക്ലിപ്പാണ്, ഒരു ചെറിയൊരു ക്ലിപ്പാണ്. ഇത് ചൂടെടുക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ വാരി കിട്ടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം. അത് ഞാൻ എപ്പോഴും കൊണ്ടുപോകും. പിന്നെ കുറച്ച് ഇത് പേഴ്സിൽ പോയി കിടക്കണതാണ്, പിന്നെ കിടക്കണമെന്ന് എനിക്കറിയില്ല. ഈ കുറച്ച് ചില്ലറ ഇത്രയേ ഉള്ളൂ. സോ ഇത്രയാണ് എൻ്റെ ബോട്ട്സ് ഇൻ മൈ കോളേജ് ബാഗിലുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഗൈസ്, ബൈ.